ഹായ് ഓൾ. ഇംഗ്ലീഷ് ഡിസ്കോഴ്സിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ഒന്നാണ് ബ്ലർബ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് ബ്ലർബ് ആൻഡ് ഒരു ബ്ലർബ് എഴുതുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ആലോചിക്കണം എന്ന് നമുക്ക് നോക്കാം. ബ്ലർബ് ഇസ് ബേസിക്കലി നമ്മൾ ഒരു ബുക്ക് നോക്കുമ്പോൾ അല്ലെ, ബുക്കിന്റെ ഒക്കെ ബാക്കിൽ അതിന്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ തരില്ലേ, നമുക്ക് ആ ഒരു ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ ഷോ ഇത് വാങ്ങിയാൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നിക്കുന്ന ആ സംഭവത്തിനാണ് നമ്മൾ ബ്ലർബ് എന്ന് പറയാം. Okay, so to remember you have to open with a catchy statement. വളരെ ആ ഒരു റീഡർ ഇത് വായിക്കുമ്പോൾ റീഡർക്ക് ഇത് വാങ്ങാൻ തോന്നണം, വായിക്കാൻ തോന്നണം, അങ്ങനെ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ബ്ലർബ് പോകുന്നുണ്ടാവുക. It has to begin with a catchy statement. Okay, you have to give necessary information about the author, publisher, year of publications, etc. അപ്പോൾ ആ നെസസറി ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് വേണം, നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇറ്റ് ഹാസ് ടു ബി ഷോർട്ട് ആൻഡ് ഡ്രമാറ്റിക്. അപ്പോൾ ഒരു പക്ക കാന്താരി മുളക് എഫക്റ്റിലാവണം നമ്മുടെ ബ്ലർബ് പോകുന്നത്. ഇറ്റ് ഹാസ് ടു ബി വെരി ഷോർട്ട് ആൻഡ് വെരി ഡ്രമാറ്റിക്. ഓക്കെ, and the language used, but dramatic ആണെന്ന് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവാത്ത രീതിയിലൊന്നും എഴുതരുത്. It has to be in a very simple language where the story begins. എവിടെയാണ് ഈ സ്റ്റോറി, എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത്, എന്താണ് അതിന്റെ സർക്കംസ്റ്റൻസസ് ആൻഡ് സോഷ്യോ കൾച്ചറൽ റിലവൻസ് എന്നുള്ളതിനൊക്കെ പറ്റി ചെറിയൊരു ഇൻസൈറ്റ് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ബ്ലർബിൽ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ബ്ലർബ് കാണാനുണ്ടാവുക. അപ്പൊ നിങ്ങൾ നോക്കുക, ദി ആൽക്കമിസ്റ്റിന്റെ ബ്ലർബാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആരാണ് ആൽക്കമിസ്റ്റ് എഴുതിയത്? പൗലോ കൊയ്ലോ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഓഥറിന്റെ പേര് കൊടുത്തു. അപ്പൊ നമ്മൾ ആദ്യം ബുക്കിന്റെ പേര് കൊടുത്തു, അണ്ടർലൈൻ ചെയ്തു, ഓഥറിന്റെ പേര് കൊടുത്തു. ഇനി നമ്മൾ എഴുതും, ദി ആൽക്കമിസ്റ്റ് ഇസ് ദ ബെസ്റ്റ് സെല്ലർ റിട്ടൺ ബൈ ബ്രസീലിയൻ പോയറ്റ് ആൻഡ് ഓഥർ പൗലോ കൊയ്ലോ. പൗലോ കൊയ്ലോ എഴുതിയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് നോവൽ ആണ് എന്ത്, ദി ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1988, was written in Portuguese and was later translated into many different languages. The novel is an allegory and deals with, അല്ലെങ്കിൽ the novel is an allegoric narration, deals with the journey of a shepherd in search of pyramids after recurring dreams of finding a treasure. അപ്പോൾ ഒരുപാട് ഈ ട്രഷർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രീമിന്റെ ഒരു സീരീസ് ഓഫ് ഡ്രീം ആർക്ക് വരുന്നുണ്ട്, നമ്മുടെ ഇതിലെ പ്രൊട്ടാഗണിസ്റ്റിനും വരുന്നുണ്ട്. ആൻഡ് ദെൻ ഹി ഗോസ് ഇൻ സെർച്ച് ഓഫ് ആൻ ആൽക്കമിസ്റ്റ് ആൻഡ് ആൽക്കമി ആൻഡ് പിരമിഡ്സ്. അപ്പൊ അതൊരു ട്രാവലിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു സ്റ്റോറിയാണ് നമ്മുടെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. നിങ്ങൾ ചോദിക്കും, മിസ് ഈ ഡിസ്ക്രിപ്ഷൻ എനിക്ക് അറിയാത്ത ഒരു ബുക്കിന്റെ ആണെങ്കിലോ? യൂഷ്വലി വരാറില്ല, നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് വരാറ്. ഇനി ടെക്സ്റ്റിൽ നിന്ന് അല്ല വരുന്നതെങ്കിൽ ദേ വിൽ ബി ഗിവിംഗ് യു ദ ഡീറ്റെയിൽസ്. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ഒരു റീഡർക്ക് പെട്ടെന്ന് ഇത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിലെ ഡീറ്റെയിൽസിനെ നമ്മൾ ഷോർട്ട് ആക്കി താഴെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കും. ഓഥർ ഇസ് പൗലോ കൊയ്ലോ, പബ്ലിഷ്ഡ് ഇൻ ദിസ് ഇയർ, നമ്പർ ഓഫ് പേജസ് 208, ജോൺറ ഇസ് ഫാന്റസി. അല്ലെ, ഇതൊരു ഫാന്റസി നോവൽ ആണ്. അപ്പൊ അതിന്റെ ജോൺറ എന്താണ്, ഫാന്റസി ആണെന്ന് നമ്മൾ പറയും. ആൻഡ് ലാംഗ്വേജ്, ഇറ്റ് വാസ് ഫസ്റ്റ് റിട്ടൺ ഇൻ പോർച്ചുഗീസ് അല്ലെ. അപ്പൊ ആ ഒരു ലാംഗ്വേജോട് കൊടുക്കും. അപ്പൊ ഇതാണ്, ഈ ഒരു ഫോമാറ്റിലാണ് നമ്മുടെ ബ്ലർബ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്ലർബ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.